വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റോട് കൂടിയ മുഗളായി ചിക്കനാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഗീ റൈസിൻ്റെയും ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലൊരു കോംബോയായ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുഗളായി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 500 ഗ്രാം ചിക്കൻ കൊണ്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 4 ടേബിൾ സ്പൂൺ അളവിൽ അരച്ചെടുത്ത തക്കാളി പേസ്റ്റും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 15 കാഷ്യൂ നട്ട്സ് നന്നായി അരച്ചെടുക്കാനായി കുതിർത്ത് വെച്ചതും 2 മീഡിയം സവാള പൊടിയായി കട്ട് ചെയ്തതും അധികം പുളിയില്ലാത്ത കട്ടിത്തൈരും എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മസാലയെല്ലാം ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നേരം നമുക്കിത് മസാല പിടിക്കാനായി നമുക്ക് മാറ്റിവെക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിച്ചും ഈ കറി തയ്യാറാക്കാവുന്നതാണ്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും ഇട്ട് സവാള ചെറുതായി ഒന്ന് കളർ മാറി വരുന്നത് വരെ 5 മിനിറ്റ് തുടർച്ചയായി വഴറ്റി കൊടുക്കാം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. സവാള കളറൊക്കെ ഒന്ന് മാറി വന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പച്ചമണം പോകുന്നവരെ 1 മിനിറ്റ് കൂടി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് ചിക്കൻ ചെറുതായി ഒന്ന് കളർ മാറുന്നവരെ 2 മിനിറ്റ് കൂടി ഇതുപോലെ വഴറ്റിയെടുക്കണം. ഈ സമയം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം ചെറുതായി വറ്റി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ മസാലയെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് മസാലയെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാനായി 3 മിനിറ്റ് കൂടി ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചു വെച്ച തക്കാളിയും ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്നുകൂടി വഴറ്റി കൊടുക്കണം. ഈ സമയം നന്നായി അരച്ചു വെച്ച കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റും 3 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത കട്ട തൈരും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് എല്ലാം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അരിഞ്ഞു വെച്ച 3 പച്ചമുളകും ഇട്ട് 10 മിനിറ്റ് പാൻ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും ചേർത്ത് മസാലയെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കാനായി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി അല്പം മല്ലിയിലയും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വളരെ രുചികരമായ മുഗളായി ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി ചൂടോടെ വിളമ്പാനായി പാൻ അടച്ചു വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.